ബോണ്ട് പാരാമീറ്റേഴ്സ്. ഒരു ബോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ടേംസ് ഉണ്ട്. ഈ ടേംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് പാരാമീറ്റേഴ്സ്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എനർജി. ഇതൊക്കെയാണ് ബോണ്ട് പാരാമീറ്റേഴ്സിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിനെ പറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുക? മോളിക്യൂൾസ് ആയിട്ട് മാറുക. എക്സാമ്പിൾ പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു ആറ്റം ബി എന്ന് പറയുന്ന ഒരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തു, എന്നിട്ട് എ ബി എന്ന് പറയുന്ന മോളിക്യൂൾ ആയിട്ട് മാറി എങ്കിൽ നമ്മൾ ബോണ്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ബി എന്ന് പറയുന്ന ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിലോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ബോണ്ട് ലെങ്ത്. അപ്പൊ എന്താണ് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാല് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റം ഈസ് നോൺ ആസ് ബോണ്ട് ലെങ്ത്. അപ്പോൾ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഒരു ബോണ്ട് ഫോം ചെയ്യാൻ രണ്ട് ആറ്റം വേണം. ഈ രണ്ട് ആറ്റത്തിന്റെയും ന്യൂക്ലിയസിന്റെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ബോണ്ട് ലെങ്ത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാകും, എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസിലോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെയാണല്ലോ നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? ബോണ്ട് ലെങ്ത്. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് an equilibrium distance between the nuclei of two bonded atoms in a molecule. ഇനി നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാൻ പറ്റാത്തതാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബോണ്ട് ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സ്കെയിലൊന്നും വെച്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക്, അതുപോലെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ഇതിലൂടെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് മെഷർ ചെയ്യുന്നത്. നമ്മളൊരു കോവാലന്റ് കോമ്പൗണ്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ റേഡിയസിനെ നമുക്ക് കോവാലന്റ് റേഡിയസ് എന്ന് പറയാൻ പറ്റും. കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും അതിന്റെ കോറിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോവാലന്റ് റേഡിയസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കോവാലന്റ് കോമ്പൗണ്ടിന്റെ കേസില് കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻസ്, അതായത് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഔട്ടർ ഷെല്ലിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് RA. അതുപോലെ ഈ ബി എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്താല് അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് RB എന്ന് പറയുന്നത്. നമ്മളൊരു കോവാലന്റ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കോവാലന്റ് റേഡിയസ് ആണ്. നമ്മൾ കോവാലന്റ് റേഡിയസ് മെഷർ ചെയ്യുമ്പോൾ ഒരിക്കലും ഔട്ടർ ഷെല്ല് മെഷർ ചെയ്യത്തില്ല. അതായത് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ കോറിലോട്ടുള്ള ഡിസ്റ്റൻസ്, കോറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഔട്ടർ ഷെല്ല് അങ്ങ് മാറ്റുക. അതിന്റെ പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇന്നർ ഷെല്ല്, ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഇന്നർ ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് വരെ മാത്രമേ നമ്മൾ എന്തിനെടുക്കത്തുള്ളൂ? കോവാലന്റ് റേഡിയസിന് എടുക്കത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു നെല്ലെടുക്കുക. ഈ നെല്ലിന്റെ പുറത്തെ ആ തോടാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിനകത്ത് വരുന്ന അരി ഉണ്ടല്ലോ, അപ്പൊ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ആ അരിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? കോറായിട്ട് എടുക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ആ സീഡിന്റെ, അതായത് അതിനകത്ത് വരുന്ന അരിയുടെ ആ പുറത്തോട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? കോവാലന്റ് റേഡിയസ്. ഔട്ടർ പോർഷൻ നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പൊ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാല് രണ്ട് ആറ്റം തമ്മിൽ, ഒരു മോളിക്യൂളിനകത്തുള്ള രണ്ട് ആറ്റം തമ്മിൽ കോണ്ടാക്ട് വരിക, അതായത് ബോണ്ട് ഫോം ചെയ്യുക. അപ്പൊ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ കോറിലോട്ടുള്ള ഡിസ്റ്റൻസ്, കോർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഔട്ടർ ഷെല്ല് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? കോവാലന്റ് റേഡിയസ് ആയിട്ട് എടുക്കുന്നത്.
ഇപ്പൊ ഇവിടെ നോക്കാമെങ്കിൽ രണ്ട് ക്ലോറിനാറ്റം തമ്മിൽ കമ്പൈൻ ചെയ്ത് ക്ലോറിൻ മോളിക്യൂൾ ആയിട്ട് മാറിയിരിക്കുക. ഇവിടുത്തെ ബോണ്ട് കോവാലന്റ് ബോണ്ട്. ഇപ്പൊ നമ്മള് പറഞ്ഞു കോവാലന്റ് റേഡിയസ് എടുക്കുന്ന ഉടനെ അതിന്റെ കോർ മാത്രമല്ല, ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും കോർ, ഇതാണ് ഔട്ടർ ഷെൽ എന്ന് ഓർത്തോണം. ഈ ഔട്ടർ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ കോർ, അതായത് ഇന്നർ ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും കോറിലോട്ട്. ഇത് അടുത്ത ക്ലോറിനാറ്റം, അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ കോർ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബോണ്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാല് ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഇപ്പൊ ഫസ്റ്റ് ക്ലോറിനാറ്റത്തിന്റെ കോറിലോട്ടുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സെക്കൻഡ് ആറ്റം എടുക്കുവാണെങ്കിൽ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ കോറിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? കോവാലന്റ് റേഡിയസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്ലോറിൻ മോളിക്യൂൾ ആണിത്. ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ, ഇത് വേറൊരു ക്ലോറിൻ മോളിക്യൂൾ. പക്ഷെ ഈ രണ്ട് മോളിക്യൂൾസിലെയും ക്ലോറിനാറ്റം തമ്മിൽ അവിടെ ബോണ്ട് ഫോർമേഷൻ ഇല്ല. ഫസ്റ്റ് ക്ലോറിൻ മോളിക്യൂൾ, ഇത് സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് മോളിക്യൂളിലെ ക്ലോറിനും സെക്കൻഡ് മോളിക്യൂളിലെ ക്ലോറിനും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ ഇല്ല. മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷനേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് മോളിക്യൂളിലെ ക്ലോറിനാറ്റത്തിന്റെ സെന്ററിൽ നിന്നും അതിന്റെ ഔട്ടർ ഷെല്ലിലോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വാൻ ഡെർ വാൾ റേഡിയൈ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ വാൻ ഡെർ വാൾ റേഡിയൈ മെഷർ ചെയ്യുമ്പം ഔട്ടർ ഷെല്ലും കൺസിഡർ ചെയ്യും. അതായത് ആറ്റം മൊത്തമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലോറിനാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ, അവിടെ നിന്നും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? വാൻ ഡെർ വാൾ റേഡിയൈ. ഇപ്പൊ വാൻ ഡെർ വാൾ റേഡിയൈ എന്ന് പറഞ്ഞാല് രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ്, അതിലെ ആറ്റംസ് തമ്മിൽ എടുക്കുക. പക്ഷെ ഈ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോർമേഷൻ ഇല്ല. അപ്പൊ ഓരോ ആറ്റത്തിന്റെയും ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും അതിന്റെ ഔട്ടർ ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? വാൻ ഡെർ വാൾ റേഡിയൈ ആയിട്ട് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ അമോണിയ എടുക്കുക, നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയ ആയിട്ട് മാറുക. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിരമിഡൽ സ്ട്രക്ചർ ആണ്, പിരമിഡൽ ഷേപ്പാണ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റമായിട്ട് നൈട്രജൻ വരും. ഒരു പോളിയറ്റോമിക് മോളിക്യൂൾ ആണ് അമോണിയ. ഒരു നൈട്രജനും അതിന് ചുറ്റിനുമായിട്ടും 3 ഹൈഡ്രജനും ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ സെന്ററിൽ നൈട്രജൻ ഇരിക്കുക, ഇതിന്റെ 3 സൈഡിലായിട്ട് ഹൈഡ്രജൻ. അപ്പൊ ഈ ഹൈഡ്രജന്റെ അറ്റോമിക് ഓർബിറ്റലും നൈട്രജന്റെ ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെൻട്രൽ ആറ്റവും ഈ 2 ആറ്റവും കൂടെ കൺസിഡർ ചെയ്താൽ ഇതിവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഹൈഡ്രജനും ഇവിടുള്ള നൈട്രജനും വീണ്ടും എച്ച്, ഇത് തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോണ്ട് ആംഗിൾ. ഇനി നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ വരുന്നത്. അടുത്ത ആറ്റം എടുത്തു കഴിഞ്ഞാലും ഇവിടെ നടുക്കായിട്ട് നൈട്രജൻ ഉണ്ട്, ഈ 2 ഹൈഡ്രജൻ. അപ്പൊ ഇത് തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോണ്ട് ആംഗിൾ. അപ്പം ഒരു പോളിയറ്റോമിക് മോളിക്യൂൾ എടുത്താല് അതിന്റെ സെൻട്രൽ ആറ്റവും അതിന് ചുറ്റിനും വരുന്ന ആറ്റവും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പം ഒരു ആംഗിൾ ഫോം ചെയ്യും. ബോണ്ട് തമ്മിൽ ഫോം ചെയ്യുന്ന സമയത്ത് ആ ഓവർലാപ്പ് ചെയ്യുക അറ്റോമിക് ഓർബിറ്റൽ, അങ്ങനെ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ദാറ്റ് ആംഗിൾ ഈസ് നോൺ ആസ് ബോണ്ട് ആംഗിൾ. Bond angle. The angle between the orbitals containing bonding electron pairs around the central atom in a molecule. Next parameter ആണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ. ഈ അട്രാക്ഷൻ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഒരു എനർജി കൊടുക്കണം. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ബോണ്ട് എൻതാൽപ്പി. എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിനെ ബ്രേക്ക് ചെയ്യുക, ആറ്റംസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇല്ലാതാക്കുക, അതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാല് നമ്മളൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്
ആറ്റം തമ്മിൽ ബോണ്ട് ഉണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്തോണം അട്രാക്ഷൻ. അപ്പൊ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ബോണ്ട് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഇല്ലാതാക്കുക. അതിന് വേണ്ടി വരുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി. ഇത് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of a bonds in a molecule is known as bond enthalpy. നമ്മളിപ്പോ ഒരു പോളിയറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ CH4, കാർബണിന് ചുറ്റിനും 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഈ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യണം. ഈ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ ഡിഫറെന്റ് എനർജി ആയിരിക്കും വേണ്ടുന്നത്. ഈ ബോണ്ട് അതിന്റെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജി ആയിരിക്കത്തില്ല ഇവിടെ വേണ്ടുന്നത്. അപ്പൊ ഈ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പൊ CH4ന്റെ ബോണ്ട് എൻതാൽപ്പി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടുത്തെ ടോട്ടൽ ബോണ്ട് എൻതാൽപ്പി നോക്കുക. എന്ന് പറഞ്ഞാൽ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജിയുടെ സം എടുക്കുക. ഇപ്പൊ ഈ CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒരു 20 ജൂൾ ആണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 30, ഇതും ഒരു 30 ജൂള്, ഇതും ഒരു 30 ജൂൾ ആണെന്ന് വെച്ചോ. എങ്കിൽ നമ്മൾ ഇവിടുത്തെ ബോണ്ട് എൻതാൽപ്പി മെഷർ ചെയ്യുന്നത് ഇതിന്റെ ആവറേജ് ആയിരിക്കും. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി നമ്മൾ എടുക്കുക. അപ്പം ബോണ്ട് എൻതാൽപ്പി ഈക്വൽ, ഇപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ആവറേജ് എടുക്കുക എന്ന് പറയുമ്പോൾ ടോട്ടൽ 20 പ്ലസ് 30 പ്ലസ് 30 പ്ലസ് 30 ബൈ നമ്പർ ഓഫ് ബോണ്ട്സ്. ടോട്ടൽ എത്ര ബോണ്ട്സ് ഉണ്ട്? 4. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ മീഥൈന്റെ എന്തായിട്ട് മെഷർ ചെയ്യുന്നത്? ബോണ്ട് എൻതാൽപ്പി ആയിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഒരു പോളിയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ആ മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ബോണ്ട്സ് ഉണ്ട്, ഈ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയുടെ സം എടുക്കുക. അതായത് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുക. സം എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് എടുക്കുകയായിരുന്നു? ആവറേജ് മെഷർ ചെയ്തു. ആ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബോണ്ട് എൻതാൽപ്പി ആയിട്ട് എടുക്കുന്നത്. ലാസ്റ്റ് പാരാമീറ്റർ ആണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട്സ് present in a molecule is known as bond order. നമ്മൾ ഒരു മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് ടോട്ടൽ എത്ര ബോണ്ട്സ് ഉണ്ടെന്ന് നോക്കും. അതിന്റെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബോണ്ട് ഓർഡർ. എക്സാമ്പിൾ പറഞ്ഞാൽ നൈട്രജൻ N2 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? 3. ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ 1 ബോണ്ടേ ഉള്ളൂ, സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ എന്തായിട്ട് എടുക്കും? 1. O2 മോളിക്യൂൾ എടുത്താൽ ഡബിൾ ബോണ്ടഡാ, 2 ബോണ്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ നമ്മൾ എന്തായിട്ട് എടുക്കും? 2. അപ്പം ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഈസ് നോൺ ആസ് ബോണ്ട് ഓർഡർ.